അപ്പം ബാക്ക് ടു ഗ്രീൻ യൂണിറ്റ് 2. അപ്പം ഇതില് എന്താ കാണുന്നത് നമ്മള് വിച്ച് ബേർഡ് ഈസ് ഇറ്റ്? ദിസ് ഈസ് എ പാരറ്റ്. അപ്പൊ ഇത് ഏത് ബേർഡാന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? ഇതൊരു പാരറ്റ് ആണ്, ഒരു തത്തമ്മയാണ്. അപ്പൊ വി ക്യാൻ സി എ ബേർഡ്. അപ്പൊ നമുക്ക് ഇതിലൊരു പക്ഷിനെ കാണാം. വാട്ട് ഈസ് ദി കളർ ഓഫ് ദി പാരറ്റ്? പാരറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ. അപ്പൊ പാരറ്റിന് എന്ത് കളറാ ഉള്ളത്? ഗ്രീൻ കളറ്, പച്ച കളറാ ഉള്ളത്. പിന്നെ എന്താ പറയുന്നേ? ബാക്ക് ടു ഗ്രീൻ എന്ന് വെച്ചാൽ എന്താ? തിരികെ പ്രകൃതിയിലേക്ക്. പിന്നെ നമ്മുടെ ഈ പാരറ്റിന് എന്തൊക്കെയുള്ളത്? ഇറ്റ് ഹാസ് എ ബോഡി, ഇറ്റ് ഹാസ് ഫെദേഴ്സ്. പിന്നെന്താ ഉള്ളത്? ദ പാരറ്റ് ഹാസ് എ ഹെഡ്, ടെയില്. പിന്നെ നമ്മൾ ഈ പിക്ചറിനകത്ത് പിന്നെ എന്തൊക്കെയുള്ളത്? ദർ ആർ മെനി ട്രീസ് ഇൻ ദി പിക്ചർ. പിന്നെ നമ്മുടെ പാരറ്റിന് പിന്നെ എന്തൊക്കെയുള്ളത്? ഇറ്റ് ഹാസ് വിങ്സ് എന്ന് വെച്ചാൽ ചിറകുകളുണ്ട്, 2 ലെഗ്സ് ഉണ്ട്, 2 കാലുണ്ട്, 2 ഐസ് ഉണ്ട്, 2 കണ്ണുണ്ട്, ബീക്ക് ഉണ്ട്, ചുണ്ടുണ്ട്. അപ്പൊ വാട്ട് ഈസ് ദി കളർ ഓഫ് ദി ബീക്ക്? ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. ചുണ്ട് എന്ത് നിറവാ? ചുവപ്പ് നിറം. നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോ ദാ ഒരു തത്തമ്മ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. അപ്പൊ നമ്മുടെ തത്തമ്മയുടെ പേര് പോളി. അപ്പൊ പോളി എന്താ ചെയ്യുന്നേ? അവളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? അപ്പൊ എന്താ ചിന്തിക്കുന്നത് നമ്മുടെ പോളി? വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട് എന്ന് വെച്ചാ എന്റെ കുഞ്ഞുങ്ങൾ എന്നാ പുറത്തു വരുന്നേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. വെർ ആർ പോളീസ് ഫ്രണ്ട്സ്? അപ്പൊ നമ്മുടെ പോളിയുടെ ഫ്രണ്ട്സ് എവിടെയാന്ന് ചോദിക്കുക. അപ്പൊ എന്താ? ദർ ആർ ഓൺ ദി വേ ടു ഹെർ ഹോം. അപ്പൊ ഇവളുടെ വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുക. പിന്നെ അപ്പൊ ഈ പിക്ചറിൽ എന്താ ഉള്ളത്? നമ്മുടെ പോളിയുടെ ഫ്രണ്ട്സ് ഇവിടെ വന്നു. അപ്പോ ദേ ആരൊക്കെയാ പോളിയുടെ ഫ്രണ്ട്സ്? ആനക്കുട്ടനുണ്ട്, റാബിറ്റ് ഉണ്ട്, ഡക്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ തത്തമ്മ, നമ്മുടെ പോളി അവിടെ പൊത്തിലിരുന്ന് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആനക്കുട്ടൻ ചോദിക്കുക, പോളി ആർ ദി ചിക്സ് ഔട്ട്? പോളി നിന്റെ കുഞ്ഞുങ്ങൾ പുറത്ത് വന്നോ? അപ്പൊ നമ്മുടെ എന്താ തത്തമ്മ പറയാ? പോളി പറയാ, നോ ഐ ആം വെയിറ്റിംഗ്. ഇല്ല, വന്നില്ല, ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുക. അപ്പോ നമ്മുടെ പോളി, വാട്ട് ഈസ് പോളി സെയിങ്? എന്താ പോളി പറഞ്ഞത്? നോ ഐ ആം വെയിറ്റിംഗ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. വിൽ ഹെർ ഫ്രണ്ട്സ് വെയിറ്റ് ദെയർ? അപ്പോ അവളുടെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യുമോന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ? അതാ നോക്ക്, ദീസ് ആർ പോളീസ് എഗ്സ്. അപ്പൊ ഇതൊക്കെ എന്താ? നമ്മുടെ പോളിയുടെ മുട്ടകളാണ്. അപ്പൊ ഈ പിക്ചറിൽ എന്താ? ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ആദ്യത്തെ തത്തക്കുഞ്ഞു പുറത്തോട്ട് വന്നു. എന്നിട്ട് ഈ തത്തക്കുഞ്ഞു എന്താ പറയുന്നേ? ഐ ആം ഔട്ട്. അപ്പൊ നമുക്ക് എന്താ ഇതിൽ കാണാൻ പറ്റുന്നേ? വി ക്യാൻ സി എ ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് ഫ്രം ദി എഗ്. ഒരു തത്തക്കുഞ്ഞ് നമ്മുടെ എഗ്ഗിൽ നിന്നും, മുട്ടയിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പൊ ആദ്യത്തെ തത്തക്കുഞ്ഞ് പുറത്തോട്ട് വന്നു. അപ്പൊ ഈ രണ്ടാമത്തെ പിക്ചറിൽ എന്താ? ദി സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. നമുക്ക് രണ്ടാമത്തെ തത്തക്കുഞ്ഞ് പുറത്തോട്ട് വന്നു. അപ്പൊ നമുക്ക് ഈ പേജിൽ എന്താ? വി ക്യാൻ സീ 2 chicks comes out from the eggs. അപ്പൊ എഗ്സിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു. ഇനി ഈ പേജിൽ എന്താ? ദാ നോക്ക്, the third little parrot comes out. Now there are 3 parrots. അപ്പൊ ഇവിടെ 3 പാരറ്റ്സും പുറത്തോട്ട് വന്നു. ഐ ആം ഔട്ട് ടു. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ആള് പറയുന്നത് എന്താ? ഞാനും പുറത്തോട്ട് വന്നു. അപ്പോ വാട്ട് ഡസ് ദ ലിറ്റിൽ പാരറ്റ് സേ? ഐ ആം ഔട്ട് ടു. പിന്നെ നമ്മുടെ ഹൗ മെനി ലിറ്റിൽ പാരറ്റ്സ് ആർ ദെയർ? ഇപ്പൊ ഇതിൽ എത്ര ലിറ്റിൽ പാരറ്റ്സ് ഉണ്ട്? നൗ ദെയർ ആർ 3 പാരറ്റ്സ്. പിന്നെ നമുക്ക് നോക്കാം, ഇതിലെന്താ ഉള്ളത്? പോളി നിപ്പുണ്ട് അല്ലെ, പിന്നെ 3 കുഞ്ഞുങ്ങളും നിപ്പുണ്ട്. അപ്പൊ വി ക്യാൻ സീ പോളി വിത്ത് ഹെർ ചിക്സ്. അവളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പോളി നിൽക്കുക. പിന്നെ എന്താ ഉള്ളത്? അപ്പോ 1 little parrot comes out first. The second little parrot comes out next. The 3 little parrots open their eyes. അപ്പൊ ഇതിലെന്താ പറയുന്നേ? ഒരു തത്തക്കുഞ്ഞ് ആദ്യം വന്നു, രണ്ടാമത്തെ തത്തക്കുഞ്ഞ് പിന്നീട് വന്നു, 3 തത്തക്കുഞ്ഞുങ്ങളും അവരുടെ കണ്ണുകൾ തുറന്നു.
അപ്പൊ ഈ പേജിൽ അത്രേ ഉള്ളൂ. അടുത്ത പേജിൽ എന്തുവാ, ഇവരെല്ലാം പരസ്പരം പരിചയപ്പെടുക. അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇതില്? ദ ലിറ്റിൽ പാരറ്റ്സ് ഇൻട്രൊഡ്യൂസ് ദംസെൽഫ്. അപ്പൊ ആദ്യത്തെ ആള് പറയുക ഐ ആം ജിൽ. അപ്പൊ അപ്പൊ എന്താ പറയുന്നേ ഫസ്റ്റ്? അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് പാരറ്റിന് എന്താ ഉള്ളത്? ഒരു ബിഗ് ബീക്ക് ഉണ്ടല്ലേ. അപ്പൊ ഇതിന്റെ പേരെന്താ? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ഐ ആം ജിൽ. അപ്പൊ ഇയാള് പറയുക ഞാൻ ജില്ലാന്ന് പറയാം. അപ്പൊ വാട്ട് ഈസ് ഇറ്റ്സ് നെയിം എന്ന് ചോദിച്ചാ ഇത് ഈസ് ജിൽ. അപ്പോ ജില്ലിന് എന്താ പ്രത്യേകത? അതിന് ഒരു ബിഗ് ബീക്ക് ഉണ്ട്. അപ്പോ നമ്മുടെ ഫസ്റ്റ് പാരറ്റിന് എന്താ ഉള്ളത്? ബിഗ് ബീക്ക് ഉണ്ട്. അപ്പൊ അടുത്ത ആളെന്താ പറയുന്നേ? ഐ ആം ജിൽ. അപ്പൊ രണ്ടാമത്തെ തത്തക്കുഞ്ഞു പറയാ ഞാൻ ഡില്ലാണ്. അപ്പോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? അപ്പൊ ഈ രണ്ട് തത്തക്കുഞ്ഞുങ്ങളുമായിട്ട് എന്താ ഡിഫറൻസ് ഉള്ളത്? ഇറ്റ് ഹാസ് ടു ലോങ് ലെഗ്സ്. അപ്പൊ ഇതിന്റെ ലെങ്സ് എന്താ? നല്ല നീളമുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇതിന്റെ ഡിഫറൻസ്. അപ്പൊ വാട്ട് ഈസ് ദി ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ എന്താ? ഇറ്റ് ഹാസ് ലോങ് ലെഗ്സ്. അപ്പൊ ഇയാൾ പറഞ്ഞു ഐ ആം ഡില്ലാണെന്ന്. അപ്പൊ ഞാൻ ഡില്ലാണെന്ന് പറഞ്ഞു. അപ്പൊ വാട്ട് ഈസ് ദി നെയിം ഓഫ്? അപ്പൊ ഈ പാരറ്റിന്റെ പേരെന്താ? ഇറ്റ്സ് നെയിം ഈസ് ഡിൽ. പിന്നെ അടുത്ത് നോക്ക്, ലുക്ക് അറ്റ് ദ തേർഡ് പാരറ്റ്. ഈസ് ഇറ്റ് ഹാസ് എനി ഡിഫറൻസ്? ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അപ്പൊ അതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇതിന് മറ്റ് പാരറ്റ്സുമായിട്ട് ഉണ്ട് അല്ലെ. അതെന്താ? അതിന്റെ കഴുത്തിന് ചുറ്റും ഒരു റെഡ് റിംഗ് ഉണ്ട്. അപ്പൊ ഈ റില്ലിന് എന്താ ഉള്ളത് പ്രത്യേകത? അപ്പൊ ഇതിന്റെ ഡിഫറൻസ്. അപ്പൊ ഈസ് ഇറ്റ് ഹാസ് എനി ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഹാസ് എ റിംഗ് അറൌണ്ട് ഇറ്റ്സ് നെക്ക്. അതിന്റെ കഴുത്തിന് ചുറ്റും ഒരു റിംഗ് ഉണ്ട്. പിന്നെ ഇതിൽ ഈ പേജിൽ പറയുന്ന ജിൽ ഹാസ് എ ബിഗ് ബീക്ക് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ജില്ലിന് ഒരു ബിഗ് ബീക്ക് ഉണ്ട്. പിന്നെ ഡില്ലിന് ഡിൽ ഹാസ് ലോങ് ലെഗ്സ് രണ്ട് നീളമുള്ള കാലുകളുണ്ട്. ദിൽ ഹാസ് എ റെഡ് റിംഗ്. അപ്പൊ റില്ലിന് ഒരു റെഡ് റിംഗ് ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇതിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഹു ഹാസ് ലോങ് ലെഗ്സ് എന്ന് ചോദിച്ചാൽ ആരാ? ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. പിന്നെ ഹു ഹാസ് എ ബിഗ് ബീക്ക് എന്ന് ചോദിച്ചാൽ ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. പിന്നെ വാട്ട് ഈസ് ദ കളർ ഓഫ് ദി റിംഗ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹു ഹാസ് എ റെഡ് റിംഗ് ഇൻ ഹിസ്. പിന്നെ അപ്പം നമുക്ക് റെഡ് റിംഗ് ആർക്കാ ഉള്ളതെന്ന് ചോദിച്ചാൽ പറയുന്നത് റില്ലിന്. അപ്പോ വാട്ട് ഈസ് ദ കളർ ഓഫ് ദി റെഡ് റിംഗ്? വാട്ട് ഈസ് ദ കളർ ഓഫ് ദി റിംഗ് എന്ന് ചോദിച്ചാൽ റിംഗ് ഈസ് റെഡ് ഇൻ കളർ എന്ന് പറയണം. അപ്പം ഈ പേജിൽ നിന്ന് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത പേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ 3 പാരറ്റ്സും കൂടെ പറക്കുമല്ലേ. അപ്പൊ 1, 2, 3 ജിൽ ഡിൽ ആൻഡ് ട്രിൽ ഫ്ലൈ അപ്പ് ഇൻ ദി സ്കൈ. അപ്പൊ ആകാശത്തിൽ പറക്കും അവര് 3 പേരും കൂടി. അപ്പം ഈ പേജിൽ അത്രേ പറയുന്നുള്ളൂ. പിന്നെ അടുത്ത പേജിൽ ഇവിടെ പുലി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നോക്കൂ, ഈ പേജിൽ എന്താ പറയുന്നത്? ജിൽ ഡിൽ ആൻഡ് റിൽ പ്ലേ അറൌണ്ട് റിൽ ഫ്ലൈസ് എവേ. അപ്പൊ ജില്ലും ഡില്ലും റില്ലും കൂടെ കളിക്കുമായിരുന്നു. റിൽ അപ്പൊ പറന്നു പോയി എന്ന് പറയാം. അപ്പോ വാട്ട് ആർ ദ പാരറ്റ്സ് ഡൂയിങ് ദെയർ എന്ന് ചോദിച്ചാൽ അവരവിടെ എന്താ പാരറ്റ്സ് അവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ജിൽ ഡിൽ ആൻഡ് റിൽ പ്ലേ അറൌണ്ട് അവർ കളിക്കുക. പിന്നെ വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ എന്ന് ചോദിച്ചാലോ നമ്മൾ ഈ പിക്ചറിൽ എന്തൊക്കെയാ കാണുന്നതെന്ന് ചോദിച്ചാൽ വി ക്യാൻ സീ എ ഹൗസ് ഇൻ ദി പിക്ചർ. നമുക്ക് ഇവിടെ ഒരു വീട് കാണാൻ പറ്റും. ദെൻ ദർ ഈസ് എ ബിഗ് ട്രീ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹൗസ്. പിന്നെ ആ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ട്രീ ഉണ്ട്, ഒരു വലിയ മരമുണ്ട്. പിന്നെ ദെൻ വി ക്യാൻ സീ എ സ്മാൾ ടീൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹൗസ്. കണ്ടോ, അവിടെ ആ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ടിന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഈ പേജിൽ പറയുന്നത്. അപ്പോ റിൽ ഫ്ലൈസ് എവേ എന്ന് ചോദിച്ചാൽ റിൽ പറന്നു പോയി എന്നുള്ളത്. അപ്പോ ഹു ഫ്ലൈസ് എവേ എന്ന് ചോദിച്ചാൽ റിൽ ഫ്ലൈസ് എവേ എന്ന് പറയണം. പിന്നെ പാരറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ എന്താ പറയുക? പാരറ്റ്സ് ആർ പ്ലേയിങ്. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വിൽ റിൽ കം ബാക്ക്? റിൽ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചിരിക്കുക. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ?
ഔച്ച്. അപ്പൊ നമ്മുടെ ഈ റില്ല് പറന്നു പോയപ്പോ എന്തിലോ പോയി വീണു. അപ്പൊ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? റിൽ ഫാൾസ് ഇൻടു എ ടിൻ. റില്ല് ഒരു ടിന്നിലേക്ക് വീണു. അപ്പൊ ആ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ടിൻ ഇരിപ്പുണ്ടല്ലോ, അതിലോട്ട് വീണു. There is a red paint in it. അപ്പൊ അവിടെ എന്തോ ഉണ്ടായിരുന്നേ അതിനകത്ത്? ആ ടിന്നില് ഒരു റെഡ് പെയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ റിൽ ഫാൾസ് ഇൻടു എ ടിൻ എന്ന് വെച്ചാൽ റിൽ ടിന്നിലേക്ക് വീണു. പിന്നെന്താ പറയുന്നേ? വാട്ട് ഈസ് ദർ ഇൻ ദി ടിൻ? ആ ടിന്നിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ദർ ഈസ് പെയിന്റ് ഇൻ ഇറ്റ്. പിന്നെ വാട്ട് ഈസ് ദി കളർ ഓഫ് ദി പെയിന്റ് എന്ന് ചോദിച്ചാൽ പെയിന്റ് ഈസ് റെഡ് ഇൻ കളർ. അതിന് ചുവപ്പ് നിറമാണ്. പിന്നെ അപ്പൊ ലുക്ക് അറ്റ് ദി പിക്ചർ. അപ്പൊ ഈ പിക്ചർ നോക്ക്. ലുക്ക് അറ്റ് റിൽ. ഈസ് ഹി ഹാപ്പി? ഹാപ്പി ആണോ? നോ, ഹി ഈസ് നോട്ട് ഹാപ്പി. അവൻ ഹാപ്പി അല്ല. ഔച്ചെന്ന് വെച്ചാൽ അയ്യോന്ന് പറയുക. പിന്നെ ഇതിലൊരു ക്വസ്റ്റ്യൻ പറയുന്നത്, ക്യാൻ റിൽ കം ഔട്ട് ഓഫ് ദി ടീം? നമ്മുടെ റില്ലിന് ഇതിന്ന് പുറത്തോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കാം. ഈ പിക്ചറിൽ നോക്കുക, അത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ യെസ്, ഹി ക്യാൻ. അപ്പൊ അതിന്റെ ഉത്തരം അത് കഴിയും എന്നുള്ളതാണ്. എന്നാലും നമുക്ക് ഈ പേജ് നോക്കാം. അപ്പൊ റിൽ വാസ് ഗ്രീൻ, നൗ ഹി ഈസ് റെഡ്, ഹി വോക്സ് ഹോം. അപ്പൊ റിൽ വാസ് ഗ്രീൻ എന്ന് വെച്ചാൽ എന്താ? റില്ല് ഗ്രീൻ ആയിരുന്നു, പച്ചയായിരുന്നു. നൗ ഹി ഈസ് റെഡ്, പക്ഷെ ഇപ്പൊ എന്താ? ചുവപ്പ് നിറമാണ്. ഹി വോക്സ് ഹോം, അവൻ വീട്ടിലോട്ട് പോകുന്നു. പിന്നെ ഈ ടിന്നില് നോക്കുക. അപ്പൊ റിൽ കംസ് ഔട്ട് ഓഫ് ദി ടിൻ. അപ്പം റില്ല് ഈ നമ്മുടെ ടിന്നിന്ന് പുറത്തോട്ട് വന്നു. പിന്നെ എന്താ? വാട്ട് ഈസ് ദി കളർ? അപ്പോ വാട്ട് ഈസ് റിൽ കളർ നൗ? അപ്പൊ ഇപ്പൊ എന്തായി റില്ലിന്റെ കളർ? നൗ ഹി ഈസ് റെഡ്. പക്ഷെ മുമ്പ് എങ്ങനെയായിരുന്നു? അവൻ പച്ച നിറമായിരുന്നു അല്ലേ? പിന്നെന്താ? ഇപ്പൊ അവര് ചുവപ്പ് നിറമായി. എന്തുകൊണ്ടാ? ഈ പെയിന്റ് പറ്റിയതുകൊണ്ട്. പിന്നെ ഇതിന്ന് വരുന്നേ, വാട്ട് വിൽ ഹി ഡു നൗ? അവൻ പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഹി വിൽ ഗോ ടു ഹോം. അവൻ വീട്ടിലോട്ട് പോകുവാണ്. പിന്നെ ഹൗ വിൽ ബി ഗോ ഹോം? അവൻ എങ്ങനെയാ പോകുന്നേ? ഈ ഫോക്സ് ഹോം. അവൻ നടന്നിട്ടാ പോകുന്നേ. ബിക്കോസ് ഹിസ് വിങ്സ് ആർ വെറ്റ്. അവന്റെ ചിറകുകളൊക്കെ നനഞ്ഞു പോയതുകൊണ്ട് അവൻ നടന്നിട്ടാ വീട്ടിലോട്ട് പോകുന്നത്. പറക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവന് പറക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്താ പറയണം? നോ, ഹി ക്യാൻ ഫ്ലൈ. അവനിപ്പോ പറക്കാൻ പറ്റത്തില്ല. നമുക്ക് അടുത്ത പേജ് നോക്കാം. ഈ പേജിൽ എന്താ? നമ്മുടെ റില്ല് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റു പാരറ്റ്സ് ഇവിടെ നിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല്ലോ. ഇവരെ എന്താ? ബിഗ് ബീക്ക് ഉള്ളത് ആരാ? ജില്ലിന്. അപ്പൊ ലോങ് ലെങ്സ് ഉള്ളത് നമ്മൾ അതൊക്കെ നേരത്തെ പഠിച്ചതാ അല്ലെ? ബിഗ് ബീക്ക് ഉള്ളത് ആരാന്നൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ ജില്ലിനല്ലേ? ഡില്ലിന് ലോങ് ലെഗ്സ് ആവുള്ള. റില്ലാണ് നമ്മുടെ ഇയാള്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ റിൽ കംസ് ബാക്ക്. അപ്പൊ ഇതിലെഴുതിയിരിക്കുന്ന റിൽ കംസ് ബാക്ക്. റില്ല് തിരിച്ചു വന്നു. പിന്നെന്താ എഴുതിയിരിക്കുന്നേ? അപ്പൊ നമ്മുടെ ഈ ആളെന്തോ ചോദിക്കുന്നുണ്ട് അല്ലെ? ആരാ ഇത്? ജില്ല്. ബിഗ് ബീക്ക് ഉള്ളത് ജില്ല. അപ്പൊ ജില്ല് ഈസ് ആസ്കിങ് സംതിങ്. വാട്ട് ഡസ് ജിൽ ആസ്ക് റിൽ? എന്താ അവൻ ചോദിച്ചത് റില്ലിനോട്? അപ്പോ ഹു ആർ യു? നീ ആരാന്ന് ചോദിക്കാം. അപ്പൊ നമ്മുടെ വാട്ട് ഡസ് റിൽ സേ? നമ്മുടെ റിൽ എന്താ പറഞ്ഞേ? ഐ ആം റിൽ. അപ്പൊ നമ്മുടെ ഈ ലോങ് ലെങ്സ് ഉള്ള ആളാരാ? ഡിൽ. അപ്പൊ ഡിൽ എന്താ പറഞ്ഞേ? നോ, റിൽ ഈസ് ഗ്രീൻ. വാട്ട് ഡസ് ഡിൽ സേ? എന്താ ഡില്ല് പറഞ്ഞേ? അല്ല, റില്ല് ഗ്രീൻ ആന്ന് പറയുക. അപ്പൊ ഇയാൾക്ക് ഇപ്പൊ കളർ മാറിയത് കൊണ്ട് ഇവര് സമ്മതിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ റിൽ ഡു നൗ? ഇപ്പോൾ ഇനി റിൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് അറിയത്തില്ല. നോക്കാം. ഇവിടെ നോക്ക്. പോളിയും 2 കുഞ്ഞു പാരറ്റ്സും ഉണ്ട്. പക്ഷെ ഒരാളിവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന റിലി സാഡ്, ഹി വോക്സ് അവേ. അപ്പൊ റിലി വളരെ വിഷമിച്ച് നിൽക്കുക അല്ലെ? എന്നിട്ട് എന്താ ചെയ്യുന്നേ? അവൻ നടന്നിട്ട് പോവുക. ഇനി പാരറ്റ്സിൽ എന്താ നമ്മൾ കാണുന്നേ? വി ക്യാൻ സീ പോളി, ജിൽ ആൻഡ് ഡിൽ. ഇവിടെ റില്ലിനെ കാണുന്നുണ്ട് അല്ലെ? പിന്നെ നമുക്കപ്പോ ഇതിൽ നിന്ന് വരുന്ന എന്താ? ഹൗ ഈസ് റിൽ നൗ? ഇപ്പൊ റിൽ എങ്ങനെയാ ഉള്ളത്?
റിൽ ഈസ് സാഡ്. അപ്പൊ റിൽ വളരെ വിഷമിച്ചാളതല്ലേ. പിന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വേർ വിൽ റിൽ ഗോ. അപ്പൊ ഇപ്പൊ നമ്മുടെ റിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് അറിയത്തില്ല, വി ഡോണ്ട് നോ. അപ്പൊ നമുക്ക് ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ എന്താ നോക്ക്, ഇപ്പൊ ഇവിടെ എന്താ മഴ പെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അപ്പൊ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിച്ച, അപ്പൊ ദാ നമ്മുടെ ഇവിടെ നമ്മുടെ പാരറ്റ് വിളിക്കുക, കം ഇറ്റ് ഈസ് റെയിനിങ്, വരൂ ദാ മഴ പെയ്യുന്നു എന്ന് പറയുക അല്ലെ. അപ്പൊ ആര് ഇത് പറഞ്ഞേ, ജില്ലല്ലേ. ജിൽ സേ. അപ്പൊ ഹൂ സേ ദിസ്, കം ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറഞ്ഞ ജിൽ സേ ദീസ്. അപ്പൊ വാട്ട് ഹാപ്പൻ നൗ, ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചേ, റിൽ ബിക്കം ഗ്രീൻ അഗൈൻ. റില്ലിന് എന്ത് പറ്റി, റില്ലിന്റെ കളർ. അപ്പൊ ഈ മഴയൊക്കെ വെള്ളം മേത്ത് വീണപ്പോ പെയിന്റ് ഒക്കെ പോയിട്ട് റില്ലിന് പഴയ കളർ തിരിച്ചു വന്നു. അപ്പൊ റിൽ ബിക്കം ഗ്രീൻ അഗൈൻ. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഹാപ്പൻ നൗ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നേ, റിൽ ബിക്കം ഗ്രീൻ അഗൈൻ. റില്ല് പിന്നെയും ഗ്രീൻ കളറായി. അപ്പൊ നമ്മുടെ അമ്മ പോളി പറയാ, ഓ റിൽ മൈ ഡിയർ എന്ന് പറയുക. അപ്പൊ ഇപ്പൊ മനസ്സിലായി റില്ലാന്നേ. അപ്പൊ പറയുക, വിളിക്കുക, എന്റെ പ്രിയപ്പെട്ടവളെ റില്ലേ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ ഹു ഡു യു സീ ഇൻ ദി പിക്ചർ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിൽ ആരൊക്കെ കാണുന്നേ, നമ്മുടെ പോളിയുണ്ട്, നമ്മുടെ റില്ലുണ്ട്, എലിഫന്റ് ഉണ്ട്, ഇതാ നമ്മുടെ പാരറ്റ്സ് ഉണ്ട്, ജില്ലും ഡില്ലും ഉണ്ട്, നമ്മുടെ റാബിറ്റ് ഉണ്ട്, ഡക്കും ഉണ്ട് അല്ലെ. അപ്പോ വാട്ട് ഡസ് റിൽ സേ, അപ്പൊ നമ്മുടെ റിൽ എന്താ പറയാ, ഹരേ ഐ ആം ഗ്രീൻ അഗൈൻ. വളരെ സന്തോഷത്തിൽ പറയുക, ഞാൻ പിന്നെയും പച്ച നിറത്തിലായി എന്ന് പറയുക. അപ്പൊ പിന്നെന്താ, ഇതിലെല്ലാരും ഹാപ്പി ആണോ, എല്ലാരും ഹാപ്പി ആയിട്ടാ കാണുന്നല്ലേ. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, നൗ റിൽ ഈസ് ഗ്രീൻ, ഓൾ ആർ ഹാപ്പി. ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റില്ല് ഗ്രീൻ കളറായി, അതുകൊണ്ട് എല്ലാരും സന്തോഷത്തിലാന്ന് പറയുക അല്ലെ. അപ്പൊ ലുക്ക് അറ്റ് പോളിസ് ഫ്രണ്ട്സ്, ആർ ദേ ഹാപ്പി. നമ്മുടെ പോളിയുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലേ, എലിഫന്റ് റാബിറ്റ് ഉണ്ടെക്കും, അവര് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ എന്താ, അതെ അവര് ഹാപ്പിയാണ്. അപ്പൊ യെസ് ദേ ആർ ഹാപ്പി. ലുക്ക് അറ്റ് റിൽ, ഈസ് ഹി ഹാപ്പി. നമ്മുടെ റില്ലിനെ നോക്കിക്കേ, റില്ല് ഹാപ്പി ആണോ, യെസ് ഹി ഈസ് ഹാപ്പി. Then what about പോളി, ഈസ് ഷി ഹാപ്പി. നമ്മുടെ പോളിനെ നോക്കുകയാണെങ്കിൽ പോളി ഹാപ്പി ആണോ, യെസ് ഷീ ഈസ് ആൾസോ ഹാപ്പി. ഇപ്പൊ റില്ല് പച്ച നിറത്തിലാണുള്ളത്, അതുകൊണ്ട് എല്ലാരും ഹാപ്പിയാണ്, എല്ലാരും സന്തോഷത്തിലാണ്. അപ്പം ഇത്രയുള്ള ഈ ചാപ്റ്റർ. പിന്നെ ഇതില് പറയുന്നതെന്ന് പറഞ്ഞാൽ ക്യാൻ യു റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയോ വേർഡ്സ് മിസ്സായിട്ടുണ്ട്, അത് നമ്മുടെ ഈ ബോക്സിൽ നിന്ന് എടുത്ത് എഴുതണം. അപ്പം അഗെയിൻ നമ്മൾ ഓൾറെഡി ഇതിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇതിലുള്ളതൊക്കെ. പാരസ് നമ്മുടെ നോക്ക്, ഇതിലുള്ള പാരസ് അതിലുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ലോങ് ഇല്ല. അപ്പൊ ഇതാ ഇവിടെ ലോങ് എഴുതണം. ഓപ്പൺ ഉണ്ട്, അതുപോലെ തന്നെ നെസ്റ്റ് ഉണ്ട്, ഫ്ലൈ ഉണ്ട്, സ്കൈ ഉണ്ട്, പെയിന്റ് ഇല്ല. അപ്പൊ നമ്മൾ ഇതാ ഇവിടെ പെയിന്റ് എഴുതാം. പിന്നെ ഗ്രീൻ ഉണ്ട്, എഗെയിനും ഉണ്ട്. ഇതിൽ സ്കൈ ഇല്ല, അപ്പൊ സ്കൈ ഇതാ ഇവിടെ എഴുതാം. അപ്പൊ ഇത്രയുള്ളൂ ഈ ചാപ്റ്റർ.